ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ശനിയുടെ രാശിമാറ്റം ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് വരുന്നത്. ശനി വ്യാഴം കൂടി മാറുന്ന സമയത്ത് ഏറ്റവും ഉചിതപരമായിട്ട് പറഞ്ഞാൽ ഏറെ വർഷങ്ങൾ പറയുമ്പോൾ ഒരു ജന്മായുസ് അല്ലെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ 90 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് 60 വയസ്സ് എന്ന് പറയുന്ന ഒരു ലെവലുകളൊക്കെ വന്ന് നോക്കുന്ന സമയത്ത് 30 വർഷത്തിൽ മാത്രം ഒരിക്കൽ സംഭവിക്കാവുന്ന ഒരു യോഗമാണ് അനുകൂല ഭാവത്തിൽ 2 ഗ്രഹങ്ങൾ വളരെ അനുകൂല ഭാവത്തിൽ 6-ൽ ശനിയും 9-ൽ വ്യാഴവും, അതായത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും 6-ാം ഭാവത്തിൽ വ്യാഴവും അനുകൂലപരമായിട്ട് 30 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരിതാണ്. അത് ഇപ്പോൾ വന്നിരിക്കുന്നത് തുലാക്കൂറുകാർക്കാണ്. ചിത്രയിലൂടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ ആദ്യത്തെ 3/4 ഭാഗം കൂടി ചേരുന്ന ആ രാശിക്കാർക്ക് വളരെ ഉത്ഭരകരമായിട്ട് എടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ധനം, സമ്പത്ത്, തൊഴിൽ, ആരോഗ്യം, സ്വസ്ഥത, മനസമാധാനം, സന്തുഷ്ടപരമായിട്ടുള്ള കുടുംബജീവിതം, ആഡംബര വാഹനം, ആഡംബരപരമായ ജീവിതം, ഉദ്ദിഷ്ട സ്ഥലങ്ങൾക്ക് എത്തിച്ചെല്ലുവാനുള്ള കാലതാമസങ്ങളെല്ലാം നീങ്ങി അത് അടുത്ത് എത്തിപ്പെടുക, വിദേശ യാത്ര, വിദേശ ടൂറ്, വിദേശ പഠനം, വിദേശത്തിലുള്ള ബിസിനസ്സുകൾ, വിദേശ സംബന്ധമായിട്ട് എക്സ്പോർട്ടുകൾ, ഇമ്പോർട്ടുകൾ, കോർപ്പറേറ്റ് സംബന്ധമായിട്ടുള്ള കമ്പനികൾക്ക് കോടികളുടെ ബിസിനസ്സുകൾ, ധനാഗമങ്ങൾ ഉണ്ടാകുക, ധനസംബന്ധമായിട്ടുള്ള ധനപ്പുഴക്കങ്ങൾ ഉണ്ടാകുക, എവിടെ നിന്നൊക്കെ പണം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിയാത്ത ഒരവസ്ഥകൾ ഉണ്ടാകും. അപ്രതീക്ഷിത സാധാരണക്കാർക്കൊക്കെ ആണെങ്കിൽ ധനലാഭങ്ങൾ ഇഷ്ടമായി വരുവാനുള്ള സാധ്യതകൾ വളരെ അനുകൂലപരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ആഡംബര വാഹനം സ്വന്തമാക്കുവാനുള്ള സാധ്യതയുണ്ട്, ഭൂമി സ്വത്തുകൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതയുണ്ട്, പണപ്പെരുപ്പങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്, ഒന്നിലധികം ഭൂമികൾ വാങ്ങി സ്ഥലം സ്ഥാപിച്ചു വയ്ക്കുവാനും ഗൃഹനിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുവാനും ആഡംബരപരമായിട്ട് ജീവിതം ആഘോഷിക്കുവാനും അപ്രത്യക്ഷപരമായിട്ടുള്ള ധനാഗമനത്തിൽ സന്തോഷിക്കുവാനും ഭാഗ്യകടാക്ഷങ്ങൾ വന്നു ചേരുവാനും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളെല്ലാം ഈ വർഷത്തിൽ ഉറപ്പായിട്ടുണ്ട് എന്നുള്ള യാതൊരുവിധ സംശയമില്ല. 10 മാസ കാലയളവിലാണ് വ്യാഴത്തിൻ്റെ അനുകൂലപരമായിട്ടുള്ള സ്ഥിതി. ശനി 2.5 വർഷമുണ്ട്. എന്നിരുന്നാലും രണ്ടും കൂടി ചേരുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുക. അത് കാരണം കൊണ്ട് തന്നെ ഈ രാശിക്കാർ, അതായത് ചിത്തിര, ചോതി, വിശാഖം എന്നീ തുലാക്കൂറിൽ പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ട് 30 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന യോഗങ്ങളാണ്. അത് തട്ടി നീക്കിക്കളയരുത്. അത് അനുഭവത്തിൽ വരുത്തുവാൻ സാധിക്കണം. അനുകൂലത്തിൽ വന്ന് അത് ചെയ്യണം. അല്ലെങ്കിൽ ജാതകം പരിശോധിച്ച് അതിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് കൊണ്ട് നിങ്ങൾ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിച്ചു കൂട്ടരുത്. 1-2 മാസം നോക്കുക. ശരിയില്ലെങ്കിൽ ജാതകം പരിശോധിച്ച് എടുത്തു വയ്ക്കുക. ജാതകം ഇല്ലാത്തവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം അതെല്ലാം കിട്ടിയ ജാതകം ഉണ്ടാക്കും. അതും ഇല്ലാത്തവർക്ക് പേര്, നക്ഷത്രം വെച്ച് പ്രശ്നവശാൽ നോക്കിയിട്ട് എന്താണ് പ്രശ്നം, എവിടെയാണ് തടസ്സം, ദൈവാനുഗ്രഹ കുറവുണ്ടോ, എന്തെങ്കിലും ബാധാദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങളുണ്ടോ, പ്രേതബാധ സംബന്ധമായിട്ടുള്ള ദുർമരണ സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷം, ധർമ്മദൈവത്തിൻ്റെ കോപമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിലുള്ള ലെവലുകൾ ചെയ്തു കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങൾ ഉന്നത സ്ഥാനത്ത് എത്തുന്നുള്ള യാതൊരുവിധ സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചിരകാല സ്വപ്നങ്ങളായിട്ട് സിനിമാ ജീവിതത്തിൻ്റെ പിന്നാമ്പുറ വാതിലുകളിൽ നടന്നിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പറ്റിയിട്ട് എനിക്കറിയാം. അവർക്കെല്ലാം സ്വർഗവാതിൽ തുറക്കുന്ന ഒരു അനുഭവമായിരിക്കും ഈ രാശിക്കാർക്ക്, തുലാരാശിക്കാർക്ക് എന്ന് പറയുന്നത്. അവരവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഇനിയുള്ള കാലം അതിന് പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറ്റണമെങ്കിൽ വന്നിട്ട് ദശാകാലം വളരെ അനുകൂലപരമായിട്ടുള്ള ദശാകാലം അടുത്ത് നമ്മൾക്ക് അടുത്ത ദശയിൽ അല്ലെങ്കിൽ അടുത്ത കാലഘട്ടങ്ങളിൽ വരണം. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ലെവലുകളിൽ നിങ്ങൾക്ക് പറ്റണം. സ്വർണ്ണാഭരണ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വൻ നേട്ടമുണ്ടാവും, വസ്ത്രലാഭം ഉണ്ടാവും, വാഹന ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സുകളിൽ നല്ല ലാഭം ഉണ്ടാവും, കൂട്ടുകെട്ടുകളായിട്ടുള്ളതുണ്ടാവും. ഒന്നിലധികം ഗൃഹനിർമ്മാണം പണി പൂർത്തിയാവും. കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നവർക്കും, മെക്കാനിക്കൽ സംബന്ധമായിട്ടും ചെയ്യുന്നവർക്കും, പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കും, ഗവേഷണ സംബന്ധമായിട്ട് ബഹിരാകാശ സംബന്ധമായിട്ട് പോകാനുള്ള യാത്രകൾ പുറപ്പെടുന്നവർക്കെല്ലാം അനുകൂലപരമായിട്ടുള്ളതാണ്. ഗവേഷണ രംഗത്ത് പ്രത്യേക എടുത്തു പറയേണ്ട കാര്യമില്ല. അലോപ്പതി അങ്ങനെ ആയിക്കോട്ടെ, മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖല ആയിക്കോട്ടെ, എല്ലാവർക്കും വളരെ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ്. 30 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ മഹാഭാഗ്യം നിങ്ങൾ തുലച്ച് കളയരുത്. അതായത് അനുഭവത്തിൽ
കൊണ്ടുവരുന്ന പറയണം. അനുഭവത്തിൽ കൊണ്ടുവന്ന് അത് അനുഭവിച്ച് അറിയണം. അത് അനുഭവിച്ചിട്ട് അറിയണം. 10 മാസമാണെങ്കിലും 10 കോടി രൂപ ഉണ്ടാക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.